Hello dear friends, today we are going to discuss about the topic G20. Group of 20 അഥവാ G20നെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് G20? G20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര ഫോറമാണ്. ഒരു സാമ്പത്തിക സഹകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായി പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഫോറമാണ് ഗ്രൂപ്പ് 20 എന്ന് പറയുന്നത്. എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള എല്ലാ കോണ്ടിനെൻറ്റുകളിൽ നിന്നുള്ള ഒരു വികസിത രാജ്യങ്ങളുടെ നേതാക്കൾ ഒരുമിച്ച് കൂടുന്ന ഒരു ഫോറമാണ് G20 എന്ന് പറയുന്നത്. ഈ G20യുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം 80% സാമ്പത്തിക ഉൽപ്പാദനത്തിൽ വരുന്നത് ഈ G20യിലാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുകയാണെങ്കിൽ ജനസംഖ്യയുടെ 2 ഭാഗം വരുന്നത് G20യുടെ അംഗങ്ങളിൽ നിന്നാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ 3/4 ഭാഗവും G20യാണ്. G20നെ പ്രതിനിധീകരിക്കുന്നതാണ്. ഒരു വർഷം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ 3/4 ഭാഗവും പ്രതിനിധീകരിക്കുന്നത് G20യാണ്. അപ്പോൾ G20 നിന്നുള്ള പ്രതിനിധികളുടെ ഈ ഒരു സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഒത്തുകൂടുന്നു. അതാണ് G20 എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് 20 or G20 is a premier forum of the international economic cooperations. The G20s bring together the leaders of the both developed and developing countries from every continent. Collectively, the important characteristic of the G20 is that G20 members are represent around 80% of the world economic output and 2/3 of the global population, and another one is the 3/4 of international trade. And throughout the year, representatives from the G20 countries gather to discuss about the financial and socio-economic issues. സാമ്പത്തിക വിഷയങ്ങൾ ഇഷ്യൂസുകൾ ചർച്ച ചെയ്യാനും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ G20 മെമ്പേഴ്സ് ഒത്തുകൂടുന്നത്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ എവല്യൂഷൻ. എങ്ങനെയാണ് G20യുടെ ഒരു ഹിസ്റ്ററി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ധനമന്ത്രിമാരുടെയും ഫിനാൻഷ്യൽ മിനിസ്റ്റേഴ്സ്, സെൻട്രൽ ബാങ്കിലെ ഗവർണേഴ്സ് അവരെ ആ ഒരു തലത്തിൽ 1999 രൂപം കണ്ടതാണ് ഈ G20 എന്ന് പറയുന്നത്. G20 എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെയും സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സിൻ്റെയും തലത്തിലാണ് ആദ്യമായിട്ട് 1999 രൂപം കൊണ്ടത്. ഒരു മാക്രോ ഫിനാൻഷ്യൽ വിഷയങ്ങളിൽ ഉന്നതതല ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് ഒത്തുകൂടിയത്. പിന്നെ 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായല്ലോ, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അംഗരാജ്യങ്ങളുടെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് G20 ഉയർന്നു വന്നത്. 2018 ആ ഒരു ആഗോള സാമ്പത്തിക പ്രതിസന്ധി പശ്ചാത്തലത്തിൽ അംഗരാജ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് G20 ഉയർന്നു വന്നത്. ആദ്യത്തെ G20 നേതാക്കളുടെ ഉച്ചകോടി 2008 നവംബറിൽ വാഷിങ്ടൺ DC-യിലാണ് നടന്നത്. അതിൻ്റെ ഫലമായിട്ട് തന്നെ G20യുടെ അജണ്ട മാക്രോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾക്കപ്പുറം തന്നെ സാമൂഹിക വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തി വിപുലീകരിച്ചു. അപ്പോൾ The history of G20 is very important. This originated in 1919 at the level of finance ministers and central bank of governors. The G20 gathered for a high level discussion on the macro financial issues. In the wake of that 2018 global financial crisis, the G20 was elevated to include all the leaders of members countries, and the G20 leaders summits took place on Washington DC first time in November 2008. Thereafter, the G20 agenda is expanded beyond the macro financial issues, that is include the socio-economic and developmental issues. Next one, how does the G20 വർക്ക്? എങ്ങനെയാണ് G20 അതിൻ്റെ ഒരു വർക്കിംഗ് പ്രൊസീജിയർ എന്താണെന്നുള്ളത് നമ്മൾ നോക്കാം. G20യുടെ ഒരു അധ്യക്ഷ സ്ഥാനം എല്ലാ വർഷവും ഓരോ അംഗരാജ്യങ്ങൾക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം മെമ്പേഴ്സ് കൺട്രീസിൻ്റെ ഇടയിൽ ഓരോ വർഷവും ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു രീതിയാണ്. G20 രാഷ്ട്രതലവന്മാരോ അല്ലെങ്കിൽ സർക്കാരുകളോ പങ്കെടുക്കുന്ന ഒരു അജണ്ട നിശ്ചയിക്കുന്നതിലും ലീഡേഴ്സ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നതിൽ ഒരു പ്രസിഡൻസി ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസിഡൻസി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം എല്ലാ വർഷം ഓരോ രാജ്യങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ G20യുടെ രാഷ്ട്രതലവന്മാരും സർക്കാരുകളും പങ്കെടുക്കുന്ന ഒരു അജണ്ട നിശ്ചയിക്കുക, പിന്നെ ലീഡേഴ്സ് സമ്മിറ്റ് സംഘടിപ്പിക്കുക, ഇതൊക്കെയാണ് ഒരു പ്രസിഡൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിഡൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ G20. ഉച്ചകോടിയിൽ വർഷം മുഴുവൻ നടക്കുന്ന യോഗങ്ങളിലെ നയചർച്ചകൾ അടിസ്ഥാനമാക്കിയിട്ട് നേതാക്കൾ ഒരു നയപ്രഖ്യാപനം നടത്തുക, പിന്നെ അല്ലെങ്കിൽ ഒരു
ഒരു അജണ്ട പുറപ്പെടുവിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും G20യുടെ അധ്യക്ഷ സ്ഥാനത്തിൽ വഹിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉച്ചകോടി നടക്കുന്നതിന് മുന്നോടിയായിട്ട് മന്ത്രിമാരും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും സിവിൽ സൊസൈറ്റി പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന നിരവധി മീറ്റിങ്ങുകളും ഒക്കെ നടക്കാറുണ്ട്. അതിലൊക്കെ പ്രസിഡൻസി ആണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഏതാണോ പ്രസിഡൻസിയുള്ള കൺട്രീസ് അവരാണ് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിവിധ തലത്തിലുള്ള G20 പ്രവർത്തനങ്ങൾ, ഫിനാൻസ് പ്രവർത്തനങ്ങൾ ഉണ്ട്. അതൊക്കെ ഓരോ ഡിഫറൻസ് ആണ്. ഒന്ന് ഫിനാൻസ് ഷെയർ ട്രാക്കുകൾ എന്നിവ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംഘടനകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഒരു സിവിൽ സൊസൈറ്റി എൻഗേജ്മെൻറ്റ് കൂടെ അതിൽ ഒത്തുചേരുന്നുണ്ട്. അപ്പോൾ G20നെ കുറിച്ച് പറയുകയാണെങ്കിൽ G20 എന്ന് പറയുന്നതിന് ഓരോ വർഷവും പ്രസിഡൻസി സ്ഥാനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. G20യുടെ രാഷ്ട്രത്തലവന്മാരും സർക്കാരുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു അജണ്ട നിശ്ചയിക്കുക, പിന്നെ ലീഡേഴ്സ് സമ്മിറ്റ് സംഘടിപ്പിക്കുക, അതൊക്കെയാണ് ഈ പ്രസിഡൻസി വഹിക്കുന്നവരുടെ പ്രധാന പങ്ക്. പിന്നെ ഉച്ചകോടിയിൽ ഓരോ വർഷവും നടക്കുന്ന പ്രധാനപ്പെട്ട യോഗങ്ങൾ, നയങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് പ്രഖ്യാപനങ്ങൾ നൽകുക, അതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ഓഫ് പ്രസിഡൻസി. പിന്നെ ഉച്ചകോടിക്കും ഇപ്പോൾ ഒരു സമ്മിറ്റ് നടക്കുന്ന G20 ഉച്ചകോടി നടക്കുകയാണെങ്കിൽ അതിന് മുന്നോടിയായിട്ട് തന്നെ മന്ത്രിമാരും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും സിവിൽ സൊസൈറ്റി പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന നിരവധി മീറ്റിങ്ങുകളും കണ്ടക്ട് ചെയ്യുന്നത് ഈ പ്രസിഡൻസി ആതിഥേയം വഹിക്കുന്ന രാജ്യങ്ങളിലാണ്. ഇതാണ് G20യുടെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദ പ്രസിഡൻസി ഓഫ് ദ G20 rotates between the members countries. Every year, the presidency plays a leading role in setting agenda and organizing a leader summit, which is attended by a G20 heads of state or government. At the summit, the leaders issue declarations or communique based on the policy discussion at the meeting held throughout the year. The presidency of the G20 is rotating nature between the members countries every year. The presidency is a very important leading role in G20. The presidency play leading role in setting agenda and organizing the leaders summit. The leaders summit is included. G20 heads of the state government are attended on leaders summit. At the summit, the leaders issue a declaration and communique based on the policy discussion at a meeting held throughout the year. In the run-up to the summit, the presidency hosts several meeting featuring ministries, senior government officials as well as civil society representatives. At the government level, the G20 work is organized around the finance and Sherpa track, while civil society assembly throughout the engagement. ഇനി എന്താണ് ഫിനാൻസ് ട്രാക്ക്? ഇതിലൊരു അനദർ സ്ട്രക്ചറാണ് ഫിനാൻസ് ട്രാക്ക് എന്ന് പറയുന്നത്. ഫിനാൻസ് ട്രാക്ക് എന്ന് പറയുന്നത് G20യുടെ ധനകാര്യമന്ത്രിമാരും സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണേഴ്സും അവരുടെ ഡെപ്യൂട്ടിമാരും ചേർന്നിട്ടുള്ള ഒരു യോഗങ്ങൾ, അതാണ് ഈ ഫിനാൻസ് ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആഗോള സാമ്പത്തിക വ്യവസ്ഥ, പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക നിയന്ത്രണം, സാമ്പത്തികമായിട്ട് എന്തൊക്കെ ഉൾപ്പെടുത്തണം, പിന്നെ അന്താരാഷ്ട്ര സാമ്പത്തിക വാസ്തുവിദ്യ, അന്താരാഷ്ട്ര നികുതി സിസ്റ്റം എന്നിവ പോലുള്ള ഒരു ധനപരമായിട്ടും പണനയമായിട്ടുള്ള വിഷയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ട്രാക്കാണ് ഫിനാൻസ് ട്രാക്ക് എന്ന് പറയുന്നത്. The meeting of G20 finance ministers and central bank governors as well as their deputies, which focus on fiscal and monetary policy issues such as the global economy and infrastructure, financial regulation and financial inclusion, and international financial architecture and international taxation. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ട്രാക്ക് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു വെരി ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചറാണ് ഫിനാൻഷ്യൽ ട്രാക്ക് എന്ന് പറയുന്നത്. G20 മീറ്റിങ്ങിൽ തന്നെ ഫിനാൻസ് മിനിസ്റ്റേഴ്സും സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സും അവരുടെ ഡെപ്യൂട്ടീസ്മാരും കൂടി ഉള്ള ഒരു ഫിനാൻഷ്യൽ ട്രാക്കാണ് G20യുടെ ഈ ഫിനാൻസ് ട്രാക്ക് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസിയുടെ ഇഷ്യൂസുകളാണ്. അതൊക്കെ ഏതൊക്കെയാണ്? ഗ്ലോബൽ എക്കോണമി, ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻഷ്യൽ റെഗുലേഷൻ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ആർക്കിടെക്ചർ ആൻഡ് ഇൻ്റർനാഷണൽ ടാക്സേഷൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോണിറ്ററി ഇഷ്യൂ, അത്തരത്തിലുള്ള ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഇഷ്യൂസിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ട്രാക്കാണ് ഫിനാൻസ് ട്രാക്ക് എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്? ഫിനാൻസ് മിനിസ്റ്റേഴ്സും
ഗവർണേഴ്സും സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സും അവരുടെ ഡെപ്യൂട്ടീസുമാരുമാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് ഷെർപ്പ ട്രാക്ക് എന്ന് പറയുന്നത്. ഇതും അനദർ വൺ ആണ് ഷെർപ്പ ടാക്ക് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മീറ്റിംഗ് ഇത് കൃഷി, അഴിമതി വിരുദ്ധം, പിന്നെ കാലാവസ്ഥ, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ, വിദ്യാഭ്യാസം, തൊഴിൽ, ഊർജം, പരിസ്ഥിതി, ആരോഗ്യം, ടൂറിസം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ സാമൂഹിക സാമ്പത്തിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മന്ത്രിമാരുടെയും പിന്നെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെയും യോഗങ്ങളാണ് ഷെർപ്പ ട്രാക്കിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഷെർപ്പ ട്രാക്കിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഈ കൃഷി, അഴിമതി വിരുദ്ധം, പിന്നെ കാലാവസ്ഥ, ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥ, വിദ്യാഭ്യാസം, തൊഴിൽ, ഊർജം, പരിസ്ഥിതി, ആരോഗ്യം, ടൂറിസം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ സാമൂഹ്യ സാമ്പത്തിക വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന മന്ത്രിമാരും അവരുടെ പ്രസക്തമായിട്ടുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ഒരു യോഗങ്ങളാണ് ഈ ഷെർപ്പ ട്രാക്ക് എന്ന് പറയുന്നത്. ഇത് G20യുടെ ഒരു അനദർ മീറ്റിംഗ് ആണ് ഇത് ഷെർപ്പ ട്രാക്ക് എന്ന് പറയുന്നത്. The meeting of ministers and relevant senior officials which focus on socio-economic issues such as agriculture, anti-corruption, climate, digital economy and education, employment, energy, environment, health, tourism, trade and investment. അപ്പോൾ ഷെർപ്പ ട്രാക്ക് ആൻഡ് ഫിനാൻഷ്യൽ ട്രാക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഷെർപ്പ ട്രാക്കിൽ മിനിസ്റ്റേഴ്സ് ഈ ഇത്രയും സോഷ്യോ എക്കണോമിക് ഇഷ്യൂസിൻ്റെ ഫോക്കസ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സും അവരുടെ ഉദ്യോഗസ്ഥന്മാരുമാണ് അതിൽ പങ്കെടുക്കുന്നത്. ഷെർപ്പ ട്രാക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അനദർ വൺ ആണ് എൻഗേജ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. That represents civil society and development recommendations that are submitted to G20 leaders for their consideration. Engagement group include business G20, youth 20, labor 20, think 20 and civil 20 and women 20 and science 20 and urban 20. സിവിൽ സൊസൈറ്റിയും പിന്നെ ഈ G20 ലീഡേഴ്സ് റെക്കമെൻഡേഷൻ ചെയ്യുന്ന അവരെല്ലാം പങ്കെടുക്കുന്ന ഒരു ഗ്രൂപ്പ്സാണ് എൻഗേജ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിലെന്തൊക്കെയാണ്? ബിസിനസ് 20 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, യൂത്ത് 20 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ലേബർ 20 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, തിങ്ക് 20 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, സിവിൽ 20 എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്, വുമൻ 20 ആൻഡ് സയൻസ് 20, അർബൻ 20 എന്ന് പറയുന്ന ഗ്രൂപ്പ്സുകളുണ്ട്. ഇതൊക്കെ ഉള്ള ഒരു എൻഗേജ്മെൻറ്റ് സിവിൽ സൊസൈറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഒരു എൻഗേജ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അടുത്തത് G20യിലുള്ള പാർട്ടിസിപ്പൻസ് എന്താണ്, ആരൊക്കെയാണ്? The G20 members are Argentina, Australia, Brazil, Canada, China, France, Germany, India, Indonesia, Italy, Japan, Mexico, and Republic of Korea, Russia, Saudi Arabia, South Africa, Turkey, and United Kingdom, and United States, and European Union. ഈ G20യുടെ പാർട്ടിസിപ്പൻസ് ഈ നമുക്ക് ട്രിക്ക് വെച്ചിട്ടൊക്കെ പഠിക്കാനൊക്കെ പറ്റും. പക്ഷേ ട്രിക്ക് വെച്ച് പഠിക്കുന്നതിലും ബെറ്റർ നമ്മൾ G20യുമായിട്ട് ഉള്ള ഓരോ ഇഷ്യൂസ് അവരുടെ കൂടുതൽ ഏതൊക്കെ രാജ്യങ്ങളിൽ ഡിസ്കസ് വരുന്നു അങ്ങനെയൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും മറക്കത്തില്ല. ട്രിക്കൊന്നും അത്ര സിവിൽ സർവീസിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ട്രിക്ക് വെച്ച് പഠിക്കുന്നവരുണ്ട്. പക്ഷേ ട്രിക്കിനേക്കാളും ബെറ്റർ നമ്മൾ ആ ഇഷ്യൂ എന്താണെന്നുള്ളത് ഏത് രാജ്യത്തുമായി കണക്ട് ചെയ്തു എന്നുള്ളത് വെച്ച് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ എന്തൊക്കെ ഡിസ്കഷനാണ് നടത്തിയത്, അതിനെതിരെ നിന്നവരാരൊക്കെയാണ്, അങ്ങനെയുള്ള രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. അപ്പോൾ G20 മെമ്പേഴ്സ് ആരൊക്കെയാണ്? അർജൻറ്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, മെക്സിക്കോ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, റഷ്യ, സൗദി അറേബ്യ ആൻഡ് സൗത്ത് ആഫ്രിക്ക ആൻഡ് തുർക്കി, യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് യൂറോപ്യൻ യൂണിയൻ ആണ് G20 പാർട്ടിസിപ്പൻസ് ആയിട്ട് ഉള്ളത്. അടുത്തതാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് G20 മെമ്പേഴ്സിൽ തന്നെ അതർ കൺട്രീസും കൂടെ പാർട്ടിസിപ്പേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടിസിപ്പേറ്ററി ഇൻവൈറ്റഡ് ആണ് നൽകിയിട്ടുള്ളത്. അതാരാണെങ്കിൽ G20 മീറ്റിങ്ങിൽ തന്നെ 2020 G20 മീറ്റിങ്ങിലാണ് നടന്നത്. സ്പെയിനിനെ ഒരു പെർമനൻറ്റ് ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെയിൻ ഈസ് എ പെർമനൻറ്റ് ഗസ്റ്റ് invited to the G20 meetings. And additionally 2020 Jordan, Singapore, Switzerland are invited as guest countries. 2020 ജോർദാനും സിംഗപ്പൂറും സ്വിറ്റ്സർലാൻഡിനും ഗസ്റ്റ് കൺട്രീസ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യുക ഉണ്ടായി. അവരൊക്കെയാണ് G20 മെമ്പേഴ്സിലായിട്ട് ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ
ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഒക്കെ G20യുടെ വർക്കിംഗ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവരെയും കൂടെ ഇൻവൈറ്റഡ് ചെയ്തിട്ടായിരുന്നു. ഏതൊക്കെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ദാറ്റ് ഹാവ് ഹിസ്റ്റോറിക്കലി കോൺട്രിബ്യൂട്ടഡ് ടു ദ G20 വർക്ക്സ് ആർ ഇൻവൈറ്റഡ് ആസ് വെൽ. ദാറ്റ് ഈസ് ഇൻക്ലൂഡ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡ് ആൻഡ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, ദാറ്റ് ഈസ് OECD, United Nations, World Bank Groups and World Health Organization and World Trade Organization are all invited. All international organizations that historically contributed to the G20 work are invited as well. In G20 2020, the regional organizations are also invited. That included Arab Monetary Fund and Islamic Development Fund Bank, and as well as the Vietnam, the chair of the Association of South Asian Nations, South Africa as the chair of African Union, and the United Arab Emirates the chair of the Gulf Cooperation Council, and the Republic of Rwanda and chair of New Partnership for Africa Development. ഇതൊക്കെ റീജിയണൽ ഓർഗനൈസേഷൻ ആണ്. ഇതൊക്കെ 2020 ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് റീജിയണൽ ഓർഗനൈസേഷൻ? ദാറ്റ് ഈസ് അറബ് മോണിറ്ററി ഫണ്ട്, ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ഫണ്ട്, പിന്നെ അസോസിയേഷൻ ഓഫ് സൗത്ത് ഏഷ്യൻ നേഷൻ, ദാറ്റ് ഏഷ്യാൻ ചെയർ വിയറ്റ്നാമിന്, പിന്നെ സൗത്ത് ആഫ്രിക്കൻ ചെയർ ആയിട്ടുള്ള ആഫ്രിക്കൻ യൂണിയൻ്റെ സൗത്ത് ആഫ്രിക്കൻ ചെയർ, ആൻഡ് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ GCCയുടെ ചെയറായിട്ട് പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, പിന്നെ റിപ്പബ്ലിക് ഓഫ് റവാൻഡ ചെയർ, ദ ന്യൂ പാർട്ട്ണർഷിപ്പ് ഓഫ് ആഫ്രിക്ക ഡെവലപ്മെൻറ്റ് അതിൻ്റെ ചെയറായിട്ട് പ്രവർത്തിക്കുന്ന റിപ്പബ്ലിക് ഓഫ് റവാൻഡ ഒക്കെ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിട്ട് ഉണ്ടായിരുന്നു. ഇനി പ്രീവിയസ് സമ്മിറ്റ് നടന്നത് ഒസാക്കയിലായിരുന്നു 2019. ജപ്പാനിലെ ഒസാക്കയിലായിരുന്നു 2019 നടന്നത്. ബ്യൂണസ് എയർസ് അർജൻറ്റീനയിലാണ് 2018 നടന്നത്. ഇനി നടക്കാൻ പോകുന്നത് 2022 ഇന്ത്യയിലാണ്. 2022 G20 സമ്മിറ്റ് നടക്കാൻ പോകുന്നത്. ഇന്ത്യ ആതിഥേയം വഹിക്കാൻ പോകുന്ന ഒരു സമ്മിറ്റാണ് 2022 സമ്മിറ്റ്. ആൻഡ് റീസെൻ്റ്ലി ഇന്ത്യ ഹാസ് ജോയിൻഡ് ഇൻ G20 ട്രൈക്ക. G20യുടെ ട്രൈക്കയിൽ ഇന്ത്യ റീസെൻ്റായിട്ട് ജോയിൻ ചെയ്തു. ട്രൈക്ക എന്ന് പറയുന്നത് ഒരു G20യുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ്. കറണ്ടായിട്ട് പ്രീവിയസ് ആൻഡ് ഇൻകമ്മിങ് പ്രസിഡൻസി ഒക്കെ ഉള്ള ഇന്തോനേഷ്യ, ഇറ്റലി ആൻഡ് ഇന്ത്യയിൽ ഉള്ള അവരുടെ എല്ലാം ഉള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ് ട്രൈക്ക എന്ന് പറയുന്നത്. ട്രൈക്ക is refers to top grouping within the G20 that consists of current, previous and incoming presidencies, Indonesia and Italy and India. That is important news today. Global changing our facing our we are today increasingly and change environmental, democratic and economic, technological realizing all the century 21st, that is 2020's aim. G2021 aim, G20 2020 is that aim, that's global changing ever facing we are today increasingly in amid and changes in environment and democratic, economic, technological realizing all the century 21st, that is the aim was